ഇതെന്താ വീടോ അതോ സ്കേറ്റിംഗ് ക്ലബോ? നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? നീ എന്തിനാ ഇതിനകത്ത് ചാടി കയറാൻ പോയത്? എന്റേതായ ഒരു വസ്തുവിനും തുടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ പോലും ഇതിനേക്കാൾ ഭേദമാണ്. അടി പേടിച്ചിട്ടെങ്കിലും ഈ അഹങ്കാരം കാണിക്കില്ല. അല്ല, നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അബദ്ധത്തിൽ കെട്ടിയ നിന്നെ ആ മണ്ഡപത്തിൽ തന്നെ ഉപേക്ഷിച്ച് പോരാത്തതാ ഞാൻ ചെയ്തത് തെറ്റ്. ഇഡിയറ്റ്, ഫൂൾ. മതി, നിർത്ത. ഇത്രയും ഫ്ലോയിൽ എന്നെ ചീത്ത പറയാൻ നിങ്ങൾ എങ്ങനെയാ പഠിച്ചേ? ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടോ? എന്തിനാ അതറിഞ്ഞിട്ട്? അല്ല, എനിക്കിതൊക്കെ ഒന്ന് പഠിക്കാനാണേ. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്റെ ഈശ്വരാ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. മാറി ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. എന്താ ഇപ്പൊ കയറാൻ പറ്റില്ല? അതെന്താന്നല്ലേ ചോദിച്ചത്? നിങ്ങളോടല്ലേ പറഞ്ഞു ഇപ്പൊ പറ്റില്ലാന്ന്. മാറി നിൽക്കൂ. അയ്യോ, എന്താ മായജി, എന്തിനാ ചിരിക്കുന്നത്? നോക്ക്. ഇവക്ക് എന്ത് പറ്റി? ഭ്രാന്തായോ? തലയുടെ പേര് ഏതോ ഒരു പല്ല തോന്നുന്നു. അമ്മായിയമ്മ നന്നായിട്ട് ഒരുങ്ങിയിട്ടാണല്ലോ വരുന്നത്. തലയിലിരിക്കുന്ന ഈ ആരോകൾക്കെല്ലാം എന്തു ഭംഗി! ആരാ കുത്തി തന്നത്? വേറെ ആരും കുത്താൻ? എന്റെ ഭർത്താവ് തന്നെ. ഡിക്കെയോ? ആ, നിന്റെ തലയ്ക്ക് ഇതാ ഭംഗിന്ന് ഡിക്ക് തോന്നിക്കാണും. ചിരിച്ചോ ചിരിച്ചോ. നിങ്ങൾക്ക് ഈ അനുഭവം വരുമ്പോഴേ നിങ്ങക്ക് മനസ്സിലാവൂ. ഞങ്ങളെല്ലാം തലയെ കുത്തുന്നത് പിന്നോ ക്ലിപ്പോ ഒക്കെയാ. തലമുടിയുടെ ഭംഗി കൂട്ടാൻ ഇങ്ങനെ ആരോസ് വെക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. ഇത് ഡിക്ക് നിനക്ക് പണിഷ്മെന്റ് തന്നതാണോ? മൈജി, ഇവളെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു അതിനെ കൊത്തിക്കൊടുത്തതാവും. എന്തായാലും നിനക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതെ, ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താലും ഒരു കുഴപ്പമില്ല. അയ്യോ. എനിക്ക് ചിരിക്കാൻ വയ്യ. എന്താ അവിടെ? അമ്മയുടെ മരുമോള് നിക്കുന്ന കണ്ടില്ലേ? എന്തൊരു ഭംഗിയാ കാണാൻ. വണ്ടർഫുൾ വണ്ടർഫുൾ.
വാട്ട് എ ബ്യൂട്ടി. ബേട്ടി സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. കളിയാക്കല്ലേ അമ്മ. അമ്മയുടെ മോൻ കുത്തിവെച്ചതേ ഇത്. നീ എന്നാ പിന്നെ നിനക്ക് ദൂരി കളഞ്ഞാ പോരായിരുന്നു. അമ്മയുടെ മോൻ ചെയ്തല്ലേ, അതുകൊണ്ട് അമ്മയെ കാണിച്ചിട്ട് ഊരിക്കളയാന്ന് വിചാരിച്ചു. ഇതിപ്പോ ഉത്സവ പറമ്പിലെ കളിപ്പാട്ട വിൽപ്പനക്കാരനെ പോലെ ഉണ്ട്. മതി മതി ചിരിച്ചത് നിർത്ത്. ബേട്ടി വാട്ട് ഈസ് ദ പ്രോബ്ലം? Stop, stop. Don't laughing. ഡീക്ക് നിങ്ങളുടെ അമ്മായിയപ്പനാ, ജ്യോതി നിങ്ങളുടെ അമ്മായിയമ്മേ. സോ നോ ലാഫിംഗ്. വൈഫിനും ഹസ്ബൻഡിനും ഇടയിൽ ഒരു പ്രോബ്ലം വന്നാ ഇങ്ങനെ ലാഫ് ചെയ്ത് രസിക്കല്ല വേണ്ടത്, അത് സോൾവ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ചേർത്താൽ കഠിനാധ്വാനം ചെയ്ത ഫലം കിട്ടുമെന്നാ വിശ്വാസം. നിങ്ങൾ അവരെ ഒരുമിച്ച് ചേർത്തില്ലെങ്കിലും വേണ്ടില്ല. ജ്യോതിയെ കളിയാക്കരുത്. വൈഫിനെ കളിയാക്കിയാലേ ഡീക്ക പോലും നിങ്ങളോട് ക്ഷമിക്കില്ല. ആ മോളെ വാ. ആ അവിടെ നിന്നേ മോളെ. ഒരു കുന്തവും കുടച്ചക്രവും കുത്തി വെച്ചേക്കുന്നു. വാ മോളെ വാ. സത്യത്തിൽ ഈ ജ്യോതിക്ക് ഭ്രാന്താണോ മായജി? അവളുടെ ഈ അഭിനയം കണ്ടെന്നും നിങ്ങൾ അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഒട്ടകത്തിന് തല വെക്കാൻ സ്ഥലം കൊടുത്തതുപോലെയാ അവൾക്ക് ഈ അമരാവതിയിൽ ഇടം കൊടുത്തത്. അവളിപ്പോ ഇവിടെ നുഴഞ്ഞു കയറി വളർന്ന് പന്തലിച്ചു നിൽക്കുക. അവളെ ഇറക്കിവിടാൻ ഇനി കുറച്ച് വലിയ ശ്രമങ്ങൾ തന്നെ നമ്മൾ നടത്തേണ്ടി വരും. അവളുടെ ഈ കോമഡി ഷോയില് നമ്മള് മയങ്ങിപ്പോവുന്ന അവളുടെ വിചാരം. എന്തു പറ്റി? ആദ്യം കണ്ട സന്തോഷമൊന്നും ഇപ്പൊ മുഖത്തില്ലല്ലോ. അളിയ, ഇത്രയും വലിയ കാശൊന്നും ഞങ്ങളുടെ അടുത്തില്ല. ഡീക്ക് അറിയാതെ ഇതുവരെ ഇത്രയും വലിയ പണമിടപാടൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. വല്ല 5-10 ലക്ഷം ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ കോടികളുടെ കളിയാ. അപ്പൊ പിന്നെ വല്ല പെട്ടിക്കലെടുത്ത് കച്ചവടം ചെയ്യാം. അതേ നടക്കൂ. വലിയ ഡീക്കയുടെ മക്കളാണത്രേ. ഛേ, ആണക്കേട്. അളിയ, അളിയനിങ്ങനെ കളിയാക്കണ്ട. ഉള്ള കാര്യം പറഞ്ഞല്ലേ പറ്റൂ. ഈ കണ്ടീഷനിൽ എങ്ങനെ ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്ന് ഒരു പിടിയുമില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് DKയുടെ അടിമകളായി ജീവിച്ചു തീർക്കാം. DK തകർക്കാൻ കിട്ടിയ അവസരം പാഴാക്കുന്നത് ശരിയല്ല. എന്റെ കൈ നിമ്മറി ചാടിപ്പോവരുത്. അളിയ, ഗോകുല് പറഞ്ഞതാ ശരി. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. നീ വാ, നമുക്ക് പോവാം. ഏയ് നിക്കുവാല്. ഞാനൊന്ന് നോക്കട്ടെ. പൈസയൊക്കെ ഒപ്പിക്കാം. ഒരാളുണ്ട്. പക്ഷേ പലിശ കൊടുക്കേണ്ടി വരും. എന്റെ അളിയ, അത് സാരമില്ല. പലിശയൊക്കെ നമുക്ക് കൊടുക്കാം. ആദ്യം കാര്യം നടക്കട്ടെ. പക്ഷേ ആള് കുറച്ച് ഡേഞ്ചറസാ. എന്നുവെച്ചാ
എന്ന് വെച്ചാ പറഞ്ഞ സമയത്ത് പണവും പലിശയും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാവും. സമയത്തിന് തിരിച്ചു കൊടുത്താ പ്രശ്നം തീരില്ലേ? ആ അത് തരും. എന്റെ കെയർ ഓഫിൽ അവൻ പണം തരികയല്ല. പക്ഷേ DKയുടെ പേര് പറഞ്ഞ അവൻ എത്ര പണം വേണമെങ്കിലും തരും. അളിയ അത് വേണോ? പേരല്ലേ പറയുന്നുള്ളൂ, അത് DK അറിയുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പണം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ DK അറിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ വിളിച്ചു പറയാം, നിങ്ങളെന്താ കണ്ടാ മതി. പണത്തിന്റെ കാര്യമല്ലേ, അത് നിങ്ങൾ നേരിട്ടങ്ങ് നടത്തിയാൽ മതി. പിന്നെ ആരോടും എന്റെ പേര് പറയാൻ നിൽക്കണ്ട. അതെന്താ? ഒന്നുമല്ലോ, ഞാനൊരു പോലീസ് ഓഫീസറല്ല. അയാളുടെ ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ ഞാൻ അയക്കാം. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ. ഓക്കെ, ശരി എന്നാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. DK തകർക്കാൻ ഇവരെക്കാൾ വലിയൊരായുധം ഇനി കിട്ടില്ല. ഫോൺ ബെല്ലടിക്കുന്നു, എടുക്ക. ബാലുവാ. ഹലോ ബാലു, എന്തായി? എല്ലാവരും ഇത് ഓക്കെ. ഞങ്ങൾ ആ ഫിനാൻഷ്യറുടെ അടുത്തേക്ക് പോവാ. നീ ആ ഫോണിൽ നിന്ന് ഞാൻ സംസാരിക്കാം. അതെ, എത്രയും വേഗം മായേച്ചി കാണാതെ നിങ്ങളൊന്ന് പുറത്തിറങ്ങണം. എന്തിന്? കാര്യങ്ങൾ വിശദമായി പ്ലാൻ ചെയ്യാനുണ്ട്. അവിടെ ഇരുന്ന് സംസാരിച്ച എങ്ങനെയായിരുന്നാലും മായേച്ചി അറിയും. തൽക്കാലം അത് വേണ്ട. അവരറിഞ്ഞ ആ സമയം ഇത് DK അറിയും. പിന്നെ പറയണ്ടല്ലോ കാര്യങ്ങൾ. ശരി, ഞങ്ങൾ വരാം. നിങ്ങളെ കോളേജിനടുത്തുള്ള കോഫി ഷോപ്പിനരികിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്താൽ മതി. ഫിനാൻസറെ കാണാൻ നമുക്ക് അവിടെ നിന്ന് പോവാം. ശരി. അപ്പൊ ശരി, ഓക്കെ. ചെറിയത് നമ്മൾ എങ്ങനെ പോകും? അതിനൊക്കെ വഴിയുണ്ട്. നമുക്ക് വേഗം റെഡിയാവാം. വാ വാ വാടി. എന്താ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞൊന്നും സത്യമല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സുപ്രിയമോളെ, ഞാൻ കണ്ടുപിടിച്ച സത്യങ്ങളോ ഇതൊക്കെ? എത്ര സന്തോഷത്തോടെയാ നിന്നെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചത് എന്ന് നീ ഓർക്കുന്നുണ്ടോ? അവന് നിന്നോടുള്ള സ്നേഹം സത്യമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. എന്നിട്ടും അവന്റെ കൈകൊണ്ട് തന്നെ നിന്നെ ഇല്ലാതാക്കി. ഞങ്ങൾക്കെല്ലാത്തിനും വലുത് നിന്റെ ആഗ്രഹങ്ങളും സന്തോഷമായിരുന്നു. അതിനുവേണ്ടിയാ നീ പറഞ്ഞ ആളെ തന്നെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചെന്നത്. എന്നിട്ടും അവൻ നിന്നെ ചതിച്ചു. അവന് മാപ്പ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല മോളെ. അധികം താമസിക്കാതെ അവനെ ഞാൻ വിലങ്ങു വയ്ക്കും, ജയിലാക്കും. നിന്നെ കൊന്നതിനുള്ള ശിക്ഷ അവന് ഞാൻ വാങ്ങിക്കൊടുക്കും. എല്ലാവരുടെയും മുമ്പിൽ അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഓർമ്മകളിൽ അവൻ ജീവിക്കുന്നെന്നാ മറ്റുള്ളവരോട് പറയുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിന്നെ ഇല്ലാതാക്കിയതിന്റെ കുറ്റബോധം കൊണ്ടാ അവൻ ഇങ്ങനെ അഭിനയിക്കുന്നത്. അത് ഞാൻ തീർത്തു കൊടുക്കാം. പേര് കേട്ട CBI ഉദ്യോഗസ്ഥൻ കൊച്ചുകുട്ടികളെ പോലെ നിന്ന് കരയുന്നോ? കൊള്ളാം CBI. ഈ
CBI എന്നൊക്കെ പറഞ്ഞ ഒന്ന് സ്ട്രോങ് ആവണ്ടേ? നമ്മുടെ CBI സേതുരാമയ്യരെ പോലെ CBI ജയരാമൻ നല്ല ഗൗരവത്തിലൊക്കെ ഇരിക്കണ്ടേ? അല്ലാതെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയാൻ പാടുണ്ടോ? എന്റെ മനസ്സിലെ വേദന നിനക്കറിയില്ല ജ്യോതി. എനിക്കെല്ലാം അറിയാം. ഞാൻ നിങ്ങളെ കളിയാക്കിയതൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിലെ സങ്കടവും ദേഷ്യമെല്ലാം ഒരു നെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുവോ? അതാ നിങ്ങൾക്കിങ്ങനെ തോന്നുന്നു. ഇല്ല ജ്യോതി, എന്റെ അനുജത്തിയെ ഇല്ലാതാക്കിയവരോട് ക്ഷമിക്കാനോ അവർക്ക് മാപ്പ് കൊടുക്കാനോ എനിക്ക് പറ്റില്ല. അവനെ ഞാൻ ജയിലിൽ അടയ്ക്കുക തന്നെ ചെയ്യും. നിങ്ങളോട് എന്ത് പറയണമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. DK സുപ്രിയയുടെ ഘാതകനായി ആദ്യമേ നിങ്ങൾ മനസ്സിൽ കണ്ടുപോയി. അതുകൊണ്ടാ DKയോടുള്ള പക നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് DK ഒരിക്കലും അത് ചെയ്യില്ല. എനിക്കിപ്പോ ആ മനസ്സിനെ അടുത്തറിയാം. നിങ്ങൾ പറഞ്ഞില്ലേ DK അഭിനയിക്കുകയാണെന്ന്? ഒരിക്കലും അല്ല. അടുത്തറിയാവുന്നവർക്കറിയാം DK എത്രത്തോളം വേദനിക്കുന്നുവെന്ന്. അദ്ദേഹത്തെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ട് പറയുക, DK അല്ല സുപ്രിയെ കൊന്നത്. അദ്ദേഹം നിരപരാധിയാണ്. നീ ഇന്നലെ വന്ന പെണ്ണ. അമരാവതിക്കകത്ത് നടക്കുന്ന നാടകങ്ങളൊന്നും നിനക്കറിയില്ല. മുന്നിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് നീ കരുതും. പക്ഷേ ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്റെ ജോലി ഇൻവെസ്റ്റിഗേഷന്. എന്റെ കൺമുമ്പിൽ വരുന്ന തെളിവുകളെ ഇഴകീറി പരിശോധിച്ച ശേഷമേ ഞാനൊരു കാര്യത്തിന്റെ നിജസ്ഥിതി ഉറപ്പാക്കൂ. നീ ഒരു പാവമാണ്. നിന്നെ കൊത്താൻ വരുന്ന പാമ്പിനെ പോലും ഈശ്വരനായി കണ്ട് ആരാധിക്കുന്നവളാണ്. അത് നിന്റെ ഉള്ളിലെ നന്മ ഉണ്ട്. പക്ഷേ എല്ലാ പാമ്പുകളും അമ്പലത്തിൽ കാണുന്ന സാധുക്കളല്ല. ചില വിഷപ്പാമ്പുകളുമുണ്ട്. നിന്റെ ഭർത്താവ് DK അത്തരം ഒരു വിഷപ്പാമ്പ. എന്റെ പൊന്ന് CBI, നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ മൂലം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതേ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ ഇവിടെ വന്ന് കയറിയിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ. എന്നാലും ആളുകളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. ഒരാളെ മനസ്സിലാക്കാൻ അങ്ങനെ ഒരുപാട് കാലമൊന്നും കൂടെ താമസിക്കണമെന്നില്ല CBI. ഒരു ദിവസം മതി നമുക്ക് മനസ്സിലാക്കാൻ അയാള് ശരിയോ തെറ്റോ എന്ന്. DKയുടെ മേന്മ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ഇതൊന്നും കേട്ട് എന്റെ ഉള്ളിലെ പകയും വിദ്വേഷവും ഒട്ടും കുറയാനും പോകുന്നില്ല. എത്രയും പെട്ടെന്ന് നീ അവനെ വിട്ട് ഓടിപ്പോവാൻ നോക്ക്. അധികം താമസിക്കാതെ അവനെ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കും. ആ ജയരാമ, നീ ഇവിടെ ഒന്ന് നിൽക്കുമായിരുന്നോ? അമ്മേ, ഈ CBI ഉണ്ടല്ലോ വെറും പാവോ. ഞാൻ വരുമ്പോ ദേ അനിയത്തിയുടെ ഫോട്ടോ നോക്കി കരഞ്ഞോണ്ട് നിൽക്കായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അവന്റെ പ്രാണനല്ലായിരുന്നു അവള്. ഇവര് ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള സ്നേഹം എന്തായിരുന്നു നിനക്കറിയില്ലല്ലോ. അതൊന്ന് കാണായിരുന്നു അല്ലേ ജയ? പക്ഷെ ഇപ്പൊ ഈ CBI വന്നിരിക്കുന്നത് അമ്മയുടെ മോനെ ജയിലിലടയ്ക്കാനാ. അതമ്മ അറിയുന്നില്ലല്ലോ. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാമേ എന്റെ അനിയത്തി എന്നെ വിട്ടു പോയത്? അവൾ എവിടെയും പോയിട്ടില്ല ജയ, ഇവിടെ തന്നെയുണ്ട്. ഈ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും അവിടെ ശ്വാസമുണ്ട്, മണമുണ്ട്. എന്റെ മോൻ ഇപ്പോഴും ജീവിക്കുന്നത് അവിടെ ഓർമ്മകളിലൂടെയാ. ലുക്ക് ജയ, നിന്റെ അനിയത്തി തന്നെയാ രണ്ടാമത് വിവാഹം കഴിക്കാൻ അവനെ നിർബന്ധിച്ചത്. അവള് പറഞ്ഞത് അവൻ അക്ഷരപ്രതി അനുസരിക്കുകയും ചെയ്തു. ജ്യോതി വിവാഹം കഴിച്ചു. പക്ഷെ സുപ്രിയയ്ക്ക് പകരം ഒരു ഭാര്യയായി ഇവളെ ഇതുവരെ കാണാൻ
അവന് കഴിഞ്ഞിട്ടില്ല. അവന്റെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല ജയ. കേട്ടില്ലേ സിബിഐ, ആ അമ്മ പറഞ്ഞിട്ട് പോയത്? നിങ്ങൾ കരുതുന്ന പോലെയൊന്നുമല്ല. DKക്ക് ഒരിക്കലും സുപ്രിയെ കൊല്ലാൻ സാധിക്കില്ല.